ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 സ്നാക്സ് ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ 3 സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിബി ആൻഡ് അച്ചു ഹോം. ബ്രെഡ് ചീസ് സാൻഡ്വിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു വിടാൻ പറ്റിയ, ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിച്ചത് ഒരു പിഞ്ചും ഉപ്പ് ഒരു പിഞ്ച് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുരുമുളക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, ഓപ്ഷനിലാണ്. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം പാനിൽ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും മറു സൈഡ് തിരിച്ചിട്ട് തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 2 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് മേലിൽ അല്പം ക്രീം ചീസ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ക്രീം ചീസിന് പകരം ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. 2 ബ്രെഡിലും ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ മേളിലേക്ക് ക്യാപ്സിക്കം സ്ലൈസായിട്ട് അരിഞ്ഞത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചീസ് ഇല്ലെങ്കിൽ സ്ലൈസ് ചീസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം മുട്ടയുടെ ഓംപ്ലേറ്റിൻ്റെ പകുതി, മൊത്തം എടുക്കേണ്ട, പകുതി മതി. ബാക്കി അടുത്ത 2 ബ്രെഡിന് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ചീസ് പുരട്ടി വെച്ചിരിക്കുന്ന മറ്റേ ബ്രെഡ് ഉപയോഗിച്ച് ഒന്ന് മുകളിലേക്ക് കമത്തി വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാൻ ഒന്ന് ചൂടായി അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് വെച്ച് കൊടുക്കേണ്ടതാണ്. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു സൈഡ് നല്ലതുപോലെ ടോസ്റ്റാക്കി ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ടോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒത്തിരി കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കരിഞ്ഞു പോകും. ഒരു സൈഡ് ടോസ്റ്റായി കിട്ടി ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കും മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അല്പം ബട്ടറൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ടിഫിൻ്റെ കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ്. ഒരു മുട്ടയുടെ ഓംപ്ലേറ്റ് കൊണ്ട് നമുക്കിതുപോലെ 4 പീസ് ബ്രെഡ് വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. മുട്ടയുടെ ഒരു ബാറ്റർ ഉപയോഗിച്ച് 2 ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് അടുത്ത റെസിപ്പി. ആദ്യത്തേത് ഒരു ബനാന വെച്ചിട്ട് നല്ല സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ട് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 2 മുട്ട എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട മതിയാവും. മുട്ട 2 നല്ലതുപോലെ പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്. പാല് ചേർത്ത് കൊടുക്കണം. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു പിഞ്ച് ഉപ്പും, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ഉപ്പും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്ത് വെക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. പഞ്ചസാര നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒരു പാത്രം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് വെക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഇതുപോലെ നമുക്ക് എത്ര ബ്രെഡാണ് ആവശ്യമുള്ളത് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനൊരു 2 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പീസ് ബ്രെഡ് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഒരു പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഔട്ടർ ലെയർ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, പാനൊന്നും ഒരുപാട് ചൂടാവരുത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബ്രെഡ് വെച്ച് കൊടുക്കാൻ. ഇതിലേക്ക് പിന്നെ ഫില്ല് ചെയ്യുന്നത് ആ ഗ്യാപ്പ്, ആ സെൻറ്റർ ഭാഗത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിപ്പം ഏത്തപ്പഴമാണ് ഉപയോഗിക്കുന്നത്. ചെറുപഴമാണെങ്കിലും കുഴപ്പമില്ല. നല്ല റൗണ്ടിൽ സ്ലൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുട്ട പാലിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പഴം നല്ലതുപോലെ ഫില്ല് ചെയ്ത് കിടക്കത്തക്ക രീതിയിൽ വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ചേർത്ത് കൊടുത്ത് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് കരിഞ്ഞു പോകും. ബ്രെഡിൻ്റെ പീസിൻ്റെ മേളിലേക്ക് നമ്മുടെ ബാറ്റർ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു പീസ് ബട്ടറും അതിൻ്റെ മേളിലേക്ക് വെച്ചതിന് ശേഷം ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് മറു സൈഡ് തിരിച്ചിടുക. നല്ലതുപോലെ ഇപ്പോൾ നല്ല ടോസ്റ്റായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മറു സൈഡ് നല്ലതുപോലെ തിരിച്ചിട്ട് 2 സൈഡും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറാക്കി നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ പഴം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, കൊടുത്ത് നോക്കുക. ഇനി ഇതേ ബാറ്ററിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു ടോസ്റ്റാണ്, ബ്രെഡിൻ്റെ ടോസ്റ്റാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്.
ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഒത്തിരി ഒന്നും ഡിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു പാനൊന്ന് ചൂടാക്കി അതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബ്രെഡ് ടോസ്റ്റാണ്, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കഴിഞ്ഞു പോകും. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ബ്രെഡിൻ്റെ മേളത്തെ ആ വെള്ളമയം, ആ പാലിൻ്റെയൊക്കെ വെള്ളമയം എല്ലാം ഒന്ന് മാറി നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ക്രിസ്പിയായി നല്ലൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഇന്നത്തെ 3 റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.